ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ ഒരു മക്കന ഡിസൈനിങ് ആണ്. ഈ മക്കനയുടെ ഏതൊക്കെ ഭാഗത്ത് ഡിസൈൻ ചെയ്യാം, എന്തൊക്കെ രീതിയിൽ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതുകൂടാതെ എനിക്ക് വന്ന ഒരു കമൻ്റാണ് ഈ മക്കനയുടെ മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ ഫേസ് വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് കുഴഞ്ഞു നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുക എന്നത്. അതായത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ക്യാൻവാസ് വെക്കുക. പേപ്പർ ക്യാൻവാസ് ആണ് വെക്കേണ്ടത്. പേപ്പർ ക്യാൻവാസ് തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും മറ്റൊന്ന് കുറച്ച് ഹാർഡായിട്ടുള്ളതും. നല്ലോണം ഹാർഡല്ല, എന്നിരുന്നാലും മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് ഹാർഡാണ്. ആ ഹാർഡുള്ള ക്യാൻവാസ് വെക്കുക. മക്കനയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അത് കാണാത്തവരാണ് എങ്കിൽ അതുകൂടി കാണുക. അതിനുശേഷം ഈ ഡിസൈനിങ് വീഡിയോയും കാണാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മക്കനയുടെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു കോർണറിലാണ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുട്ടിയുടെ വളയാണ്. നിങ്ങൾക്ക് ഈ ഒരു അളവല്ല, ഇതിൽ കുറച്ച് വലുതാണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ ഒരു വള എടുക്കാം. അതിനുശേഷം ഇതുപോലെ വള വെച്ചിട്ട് നമുക്കൊരു റൗണ്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് വരച്ചു. ഇനി അതിന് ശേഷം ഇതിൻ്റെ കണ്ടോ ഒരു സൈഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടായി ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ നേരത്തെ വരച്ച റൗണ്ടിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് മാറി വേണം നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് വള വെച്ച് ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നെക്സ്റ്റ് റൗണ്ടും നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് വിട്ടിട്ട് അവിടെയും നമുക്ക് റൗണ്ട് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ കോർണറിൻ്റെ ഒരു സൈഡിലേക്ക് 7 റൗണ്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലാസ്റ്റ് വരുന്ന റൗണ്ടിന് വെച്ച് തന്നെ വീണ്ടും മറ്റേ സൈഡിലേക്കും ഇതേപോലെ വള വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ സെൻറ്ററിലുള്ള ഈ ഒരു റൗണ്ട് അടക്കമാണ് അങ്ങോട്ടേക്ക് 7 റൗണ്ട് വരച്ചു കൊടുക്കുന്നത്. ഇത് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആക്കാം. കുറക്കരുത്, കാരണം കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇനി നമ്മളിത് ഡയറക്റ്റ് തുന്നല്ല ചെയ്യുക. ഇതേപോലുള്ള ഫ്രെയിം വാങ്ങാൻ കിട്ടും. പല അളവിലും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് ആക്സസറീസ് വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും ലഭിക്കും. ഈ റിങ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ബീഡ്സോ അല്ലെങ്കിൽ മറ്റൊന്നും തുന്നിക്കൊടുക്കാൻ പാടില്ല ക്ലോത്തിലേക്ക്. അങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ അതൊന്ന് തൂങ്ങിയതുപോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാനിവിടെ 2 ടൈപ്പിലുള്ള റിങ് ഉണ്ട്. ഈ വലുതാണ് ഈ ഡിസൈനെ മുഴുവൻ കവർ ചെയ്യുക. പക്ഷെ ഞാൻ വേറൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഡിസൈനിങ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു റിങ്ങാണ് ഞാനിപ്പോൾ മക്കനയിലിട്ട് കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതേപോലെ അടിവശത്ത് ആ ഒരു ഭാഗം വെക്കുക. 2 പീസാണ് ഇതുണ്ടാവുക. അതിലൊരു പീസ് അടിവശം വെക്കുക. ഈ സ്ക്രൂ വരുന്ന പീസ് മുകളിലും വെച്ചതിന് ശേഷം കറക്റ്റ് നന്നായി വലിച്ച് പിടിച്ചിട്ട് ഫ്രെയിം ഇട്ട് കൊടുക്കുക. ഫ്രെയിമിൻ്റെ ഒരു പീസ് താഴെയും മറ്റേ പീസ് ക്ലോത്തിൻ്റെ മുകളിലുമാണ്. അതിനുശേഷം നന്നായി സ്ക്രൂ ടൈറ്റ് ചെയ്ത് നല്ല പോലെ ഒന്ന് വലിച്ച് ടൈറ്റിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് തുന്നിയെടുക്കാൻ നോക്കാം. ഇത് ഞാൻ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നി തന്നെയാണ് എടുക്കുന്നത്. അതിന് വേണ്ടത് ബ്ലാക്ക് കളർ 2 ബീഡ്സിൻ്റെ സ്മോൾ ടൈപ്പാണ് വേണ്ടത്. കണ്ടോ, അതുപോലെ ഇത് ഞാൻ തുന്നുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നൂലും അതുപോലെ തന്നെ സൂചിയും ഉപയോഗിച്ചാണ്. സൂചി കുറച്ച് കട്ടിയുള്ളതാവാൻ പാടില്ല, വളരെ നേരിയ സൂചി ആയിരിക്കണം. ഇതുപോലെ ബീഡ്സ് തുന്നാൻ പറ്റുന്ന സൂചി എന്ന് പറഞ്ഞ് തന്നെ വാങ്ങുക. നമുക്കിത് തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ബ്ലാക്ക് ബീഡ്സ് തുന്നുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ക്ലോത്തിലാണ് നിങ്ങൾക്ക് തുന്നി കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ സൂചിയും നൂലും കോർക്കുന്നത് പോലെ കോർത്തെടുത്തതിന് ശേഷം താഴ്വശത്ത് നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കാം. കണ്ടോ, ഇതേപോലെ കുത്തി നമുക്ക് വലിച്ചെടുക്കാം. ഇനി നമുക്ക് സൂചിയിലേക്ക് ഒരു ബീഡ് കോർത്തെടുക്കാം. കണ്ടോ, ഇപ്പം ഞാനൊരു ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കറക്റ്റ് അളവിൽ പിടിച്ചിട്ട് വേണം നമ്മൾ തുന്നാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മാത്രമേ നമ്മളിങ്ങനെ അളവ് പിടിക്കേണ്ടി വരൂ, പിന്നീടൊക്കെ നമുക്കതിൻ്റെ അളവ് ഏതാണ്ട് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇടത്തേ കൈ വെച്ച് കൊടുക്കാം. അതിനുശേഷം കറക്റ്റ് അളവ് ഫോക്കസ് ചെയ്തതിന് ശേഷം സൂചി താഴ്വശത്തേക്ക് കൊണ്ടുപോവുക. കണ്ടോ, ഇതുപോലെ താഴ്വശത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം താഴ്വശത്തുള്ള നമ്മുടെ വിരൽ വെച്ചിട്ട് സൂചിയെ മുകളിലേക്ക് തന്നെ കൊണ്ടുവരിക. കണ്ടോ, സൂചി നമ്മൾ താഴെ പോയി എടുക്കുകയൊന്നും വേണ്ട, മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നന്നായി ഒന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ അതവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബീഡും എടുത്തതിന് ശേഷം കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് തുന്നിക്കൊടുക്കാം. ഞാൻ പറഞ്ഞു, ബീഡിൻ്റെ അളവ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇതേപോലെ താഴ്വശം കൊണ്ടുവന്ന് അളവെടുത്ത് തുന്നുകയൊക്കെ വേണ്ടൂ. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ആ ബീഡിൻ്റെ അളവ് ഏതാണ്ട് കിട്ടും.
അപ്പോൾ നമുക്കിങ്ങനെ അളവെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബീഡും തുന്നിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സൂചി താഴേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കൂടിയല്ല മുകളിലേക്ക് എടുക്കുന്നത്, കുറച്ചൊന്ന് വിട്ടിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഈ ഓരോ റൗണ്ടും നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കെ പതുക്കെ ഓരോന്നായി തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും. 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മക്കന മുഴുവനായും ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ കാണാം, ഞാനിവിടെ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് തുന്നുന്നത്. അപ്പോൾ ഇതൊരു മൊത്തം ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ടത്. ഞാനിപ്പോൾ അതേ സെയിം മെത്തേഡിലാണ് മുഴുവനും തുന്നിയെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ തുന്നി ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഫിനിഷായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ താഴേക്ക് സൂചി കൊണ്ടുപോയതിന് ശേഷം അവിടെ നമുക്ക് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ഓരോ റൗണ്ടും തുന്നിയെടുത്ത് നമുക്ക് ആ ഒരു പാറ്റേൺ മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇതിന് ഡിസൈനിങ് അറിയണമെന്നൊന്നുമില്ല. മക്കനയിൽ ചെയ്ത ഈ ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര ഹൈലൈറ്റ് ആയി വരുന്നില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മക്കനയുടെ പിറകുവശം ചെയ്യാം. അതായത് നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന വിധത്തിലാണ് ഈ ഡിസൈൻ വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. മക്കനയുടെ ബാക്ക് സൈഡിൽ കറക്റ്റ് ആ ജോയിൻറ്റ് ചെയ്തത് മുതൽ താഴേക്കാണ് നമ്മൾ അളവെടുക്കുന്നത്. ഒരു 20 ഇഞ്ചിലാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത്. സെൻറ്റർ ഭാഗമാണ് വരുന്നത്. ആ 20 ഇഞ്ച് കറക്റ്റായിട്ട് വരുന്ന ഭാഗത്ത് വേണം ഡിസൈനിൻ്റെ സെൻറ്റർ വരാൻ. അപ്പോൾ കറക്റ്റ് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് അത് പർദ്ദയുടെയൊക്കെ ബാക്കിൽ വരുന്നത് പോലെ നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാവും. ഇത് ഞാൻ അളവെടുത്തതല്ല, ഞാൻ മക്കന ഇട്ടതിന് ശേഷം എൻ്റെ പുറം ഭാഗത്ത് എവിടെയാണോ ഇത് കറക്റ്റ് വരേണ്ടത് അത് മറ്റൊരാളെ കൊണ്ട് അളവെടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഡിസൈൻ ചെയ്തതാണ്. നിങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല പുറത്തോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 20 ഇഞ്ച് സെൻറ്ററിൽ പിടിച്ചിട്ട് വേണം ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ പുറകുവശത്തെ ഡിസൈൻ എങ്ങനെയാണ് വരച്ചെടുക്കുക എന്ന് നോക്കാം. അത് ഞാൻ ഡിസൈൻ കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് ഇതേപോലെയുള്ള ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ചെറിയൊരു റൗണ്ട് വരുന്ന എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ ആ റൗണ്ട് വരച്ചു കൊടുക്കാം. നമുക്ക് എത്ര വലിയ റൗണ്ടാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് വളയെടുത്തിട്ട് അത് റൗണ്ട് വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വരച്ച അതേ സെയിം ഡിസൈനാണ് ഇവിടെയും വരച്ചെടുക്കുന്നത്. ഈ റൗണ്ട് നമ്മൾ വരച്ചതിനെ മുഴുവനായിട്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് വരച്ചിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം വളയുടെ ഉള്ളിലൂടെയല്ല പുറത്തുകൂടിയാണ് ഞാൻ വരച്ചത്. കുറച്ച് വലിയൊരു റൗണ്ട് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ വരച്ചതാണ്. സെൻറ്ററിൽ ഒരു ബീഡും കൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഓരോ റൗണ്ടും നേരത്തെ തുന്നിയതുപോലെ തുന്നി ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വരച്ച ആ വലിയ റൗണ്ടിന് ഡിസൈൻ കൊടുക്കുന്നില്ല, മറ്റ് ചെറിയ റൗണ്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അത് നേരത്തെ നമ്മൾ എങ്ങനെയാണോ ബീഡ് തുന്നിക്കൊടുത്തത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, തുന്നുന്നതൊന്നും കാണിക്കുന്നില്ല. മക്കനയിൽ ചെയ്ത് ഫിനിഷിംഗ് ആയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുൻവശത്തും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും സ്ലീവിൻ്റെ ഒരു സൈഡിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.